പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദർശൻ വക്കീൽ വന്നിട്ട് വേദയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേദക്ക് അറിയാത്തതൊന്നുമല്ല. വേദയും വക്കീൽ ഭാഗം പഠിച്ചതല്ലേ. ഏതായാലും വിക്രമിനെതിരായിട്ട് വേദ സാക്ഷി പറഞ്ഞ ഒരു 7 വർഷമെങ്കിലും വിക്രം അകത്ത് കിടക്കേണ്ടി വരും എന്നൊക്കെ പറയട്ടെ ദർശൻ വക്കീല്. ഇത് കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് ആകെ സങ്കടമായിരിക്കും. പിന്നെ സ്വന്തം ഭാര്യത്തിന് എതിരായിട്ട് സാക്ഷി പറയുകയാണെങ്കിൽ പിന്നെ 7 വർഷം എന്നുള്ളത് വീണ്ടും ആ ഒരു ശിക്ഷയുടെ കടുപ്പം കൂടുമെന്നൊക്കെ ഇങ്ങനെ ദർശൻ വക്കീൽ പറയുന്ന സമയത്തിന് കമലമ്മ കൈയുരുത്തിയിട്ട് പറയുന്നുണ്ട്, വേണ്ട വേണ്ട വക്കീലെ, എനിക്കിതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ല. അങ്ങനെ കമലമ്മ സങ്കടപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്തിന് ദർശൻ വക്കീൽ വീണ്ടും വേദി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വേദ, താൻ എന്ത് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ കൂട്ടു നിൽക്കുന്നത്? താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനിറങ്ങി പുറപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, ഓ, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ദർശൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കും. അപ്പൊ ദർശൻ പറയുന്നുണ്ട്, അതെ, ഇത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും എല്ലാവരെയും വെറുപ്പിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ലേ. ഇപ്പൊ പിടിച്ച് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് സത്യം പറയുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ജീവിതം കൂട്ടിയുറപ്പിട്ടെങ്കിൽ ചില നുണകളൊക്കെ പറഞ്ഞേ പറ്റൂന്നും പറയുന്നു കേട്ടോ ദർശൻ. അതൊക്കെ ഓർത്താ നിനക്ക് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ് ദർശൻ. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുന്ന വിനായകൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ ദർശൻ വക്കീല് പറഞ്ഞിട്ട് പോയതെന്താ, സാക്ഷി പറയണമെന്നാണോ സാക്ഷി പറയണ്ടെന്നാണോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നിട്ട് വിനായകനും അകത്തേക്ക് കയറി പോവും. പിന്നീട് കാണിക്കുന്നത് കമലമ്മനായിരിക്കും. രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ കമലമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് മാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, കമലെ, നീ ഇത്ര നേരമായിട്ട് ഭക്ഷണം പോലും കഴിച്ചില്ലേ? എന്താ നീ ഭക്ഷണമൊന്നും കഴിക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് എനിക്ക് ഭക്ഷണമൊന്നും ഇറങ്ങുന്നില്ല മാഷേ. മാഷ് ഒരു കാര്യം ചെയ്യും, മാഷ് വേദയോടൊന്ന് സംസാരിക്ക്. മാഷ് അവളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് വേദയ്ക്ക് ഇത്രമാത്രം ധൈര്യം കിട്ടുന്നത്. മാഷ് അവളോട് സാക്ഷി പറയരുത് എന്നുള്ള ഒരു വാക്ക് അവളോട് ചോദിക്കുമെന്നൊക്കെ ചോദിക്കാട്ടെ കമലം. അന്നേരം സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, കമലം, വേദ കണ്ട കാര്യമല്ലേ പറയുന്നത്, അല്ലാതെ ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പറയുന്നത് എന്ന് പറയും. നിന്റെ മകൻ ഒരാളെ റോട്ടിലിട്ട് തല്ലിച്ചതക്കുന്നതെല്ലാം തന്നെ അവൾ കണ്ടു. അവൾ കണ്ട സത്യമല്ലേ പറയുന്നത്, അവൾ സാക്ഷിയല്ലേ പറയുന്നത്, അല്ലാതെ നോണയൊന്നും അവൾ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോഴും കമലമ്മ പറയുന്നുണ്ട്, ഇല്ല മാഷെ, എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു കാരണമില്ലാതെ ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല. അതൊന്ന് മാഷ് അവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കും മാഷേ. അപ്പോൾ ഞാൻ ഏതായാലും അതിനെക്കുറിച്ച് അവളോട് പറയില്ല എന്നിങ്ങനെ സുധാകരൻ മാഷ് പറയുന്ന സമയത്തിന്, അല്ലെങ്കിലും മാഷിന് നമ്മുടെ മക്കളെ കുറിച്ചിട്ട് ഒരു ടെൻഷനും വിഷമവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമലമ്മ ഏതായാലും സുധാകരൻ മാഷിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീജ് അങ്ങനെ വിഷ്ണുനോട് വന്ന് പറയുന്നുണ്ട്, വിശ്വേട്ട, ഞാൻ ഏതായാലും വിക്രമിനെ എന്നിട്ട് ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. വിക്രം ജയിലിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം അവന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ആ വഴിപാട് ചെയ്യാൻ പോവാം. അല്ലാതെ നമുക്കെന്താ അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ വിഷ്ണു പറയുന്നുണ്ട്, ഞാനും അവനെ പറ്റിയിട്ട് വിക്രമിനെ പറ്റിയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ഏതായാലും അവൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ഭാഗം തന്നെ അവൻ ജയിലിൽ കിടന്ന് കളഞ്ഞതാണ്. ഇനിയിപ്പോൾ വീണ്ടും ജയിലിലേക്ക് തന്നെ പോവാന്ന് വെച്ചാന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കും. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും സപ്പോർട്ടും അവൾക്ക് കൊടുത്തത് അമ്മയല്ലേ. എന്നിട്ട് അമ്മയുടെ വാക്ക് പോലും ധിക്കരിച്ചിട്ട് അവൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് ശ്രീജ പറയുന്നത്, എനിക്കെന്തോ വേദയോട് അങ്ങനെ എതിർത്ത് നിൽക്കാനൊന്നും പറ്റുന്നില്ല വിശ്വേട്ട. അവൾ ചെയ്യുന്നതിൽ എന്തോ ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വിശ്വേട്ട എന്നൊക്കെ പറയട്ടെ ശ്രീജ. ഇതേ സമയത്തിന് വേദ ആകെ വിഷമിച്ചിങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്തായിരിക്കും മുത്തശ്ശിയും പത്മം ചേർന്നുകൊണ്ട് ഇതിനെ വേദയ്ക്ക് വിളിക്കുന്നത്. എന്നിട്ട് എന്താ മുത്തശ്ശി വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയോ വേദമോളെ നീ ചെയ്യുന്നതിൽ നിനക്ക് വല്ല ബോധ്യമുണ്ടോ? അപ്പോൾ എന്താ മുത്തശ്ശി, എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ വേദ, എന്താ കാര്യമെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ എന്താ മുത്തശ്ശി, ഞാൻ കണ്ട കാര്യമല്ലേ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന്, കണ്ട കാര്യം അങ്ങ് വിളിച്ചു പറയണോ വേണ്ടത് എന്ന് ചോദിക്കാണ് വേദയോട്. എല്ലാ കാര്യത്തിലും നീ ഇങ്ങനെ സത്യം പറയാനൊന്നും നിൽക്കണ്ട. അവൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തത് നീ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഒരു തെറ്റ് തിരുത്താനല്ല നീ ശ്രമിക്കേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെ അവനെതിരായിട്ട് സാക്ഷി പറയാൻ പോവേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ മുത്തശ്ശി എന്നോട് നുണ പറയരുത് എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വേദമോളെ, കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് ദ്രോണരോട് വിളിച്ചു പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്ന് ദ്രോണർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണര് ആനയുണ്ടായിരുന്നു, അശ്വത്ഥാത്മാവ് എന്നൊരു ആനയുണ്ടായിരുന്നു, അതിനെ കൊന്നു. എന്നിട്ട് ആ ഒരു കാര്യം വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പൊ വേദ പറയുന്നത്, അതെ, അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ അശ്വത്ഥാത്മാവ് ആന എന്ന് പതുക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുത്തശ്ശി എന്ന് ചോദിക്കും. മുത്തശ്ശി തന്നെയാണ് എനിക്ക് പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. പക്ഷേ അതിന്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ വേദ തിരിച്ചു ചോദിക്കും. അപ്പോൾ മോൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നത്, അതേ മുത്തശ്ശി, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ 100% ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വേദ ഫോൺ കട്ട് ചെയ്യും. കമലമ്മ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് വന്നിങ്ങനെ പറയുന്നുണ്ട്, നീ വെറുതെ ടെൻഷൻ അടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല കമലം. നീ എത്ര കാലമായിട്ട് അവന് വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സുരുകി ജീവിക്കുന്നു. അതിന്റെ പകുതിയെങ്കിലും സ്നേഹം അവനായിട്ട് നിനക്ക് തിരിച്ചു തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കമലമ്മ പറഞ്ഞിട്ട്, ഞാൻ അതിനൊന്നും കണക്ക് വെച്ചിട്ടില്ല. അമ്മമാർക്കൊരിക്കലും മക്കളുടെ കാര്യത്തിൽ അങ്ങനെ കണക്ക് വെക്കാനൊന്നും പറ്റില്ല.
പക്ഷേ അച്ഛന്മാര് വെക്കും, അച്ഛന്മാരാ കണക്ക് സൂക്ഷിക്കുകയും ചെയ്യും, അത് ചോദിക്കുകയും ചെയ്യും എന്നൊക്കെ പറയും. അപ്പൊ സുധാകരൻ മാഷ് പറഞ്ഞിട്ട് അതെ നീ പറഞ്ഞത് ശരിയാണ്, അച്ഛന്മാര് കണക്ക് വെക്കുകയും കണക്ക് സൂക്ഷിക്കുകയും അത് ചോദിക്കുകയും ഒക്കെ ചെയ്യും. വേദ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവളെ ഈ വീട്ടിലേക്ക് കയറ്റുണ്ടായെന്ന്, അതെന്തുകൊണ്ടാണ്? എന്നെ പോലൊരു അച്ഛൻ അവൾക്കുമുണ്ട്. അവളെ ഓർത്തുകൊണ്ട് തന്നെ ആ അച്ഛൻ ഉരുകുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കയറ്റണ്ടെന്ന് പോലും പറഞ്ഞത്. എന്നിട്ട് പോലും എന്റെ വാക്ക് കേൾക്കാതെ നീ അവളെ ഈ വീട്ടിലേക്ക് കയറ്റി. ഇതുപോലെ തന്നെ അവളുടെ ആ പെണ്ണിന്റെ അമ്മയും അവിടെ ഇരുന്ന് ഉരുകുന്നുണ്ടാവില്ലേ? ആ കാര്യം നീ ആലോചിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട് ഇല്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. ലോകത്തെ എല്ലാവരെ പറ്റിയിട്ടും ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഒരിക്കലും അവരെ കുറിച്ച് ആലോചിക്കുന്നില്ല. ആലോചിക്കണ്ട. എനിക്കിപ്പോൾ എൻ്റെ മകനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊരു ന്യായം ഉണ്ടാവുമെന്ന കാര്യം എനിക്കറിയാം. കമലം നീ ഇപ്പൊ ഇതൊന്നും സംസാരിക്കില്ല, നീ കിടക്കാൻ നോക്ക് എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട് ആ മാഷ് ഉറങ്ങിക്കോ. മാഷിന് ഏതായാലും ഇപ്പൊ മക്കളെ കുറിച്ച് ഓർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാഷിന് ഇപ്പൊ മക്കളെ കുറിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് സുധാകരൻ മാഷ് ചോദിക്കുന്നത് കമലം നീ അങ്ങനെയാണോ എന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? ഈ 3 മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ്? ഈ 3 മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്നത് ആരെയാണ്? ഈ 3 മക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഞാൻ തോളിലിട്ട് നടന്നത് ആരെയാണെന്നുള്ള കാര്യമൊക്കെ നിനക്കറിയാലോ കമലം. എന്നിട്ട് എല്ലാം അറിയുന്ന ആ നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്? നിനക്കൊരു പക്ഷെ കരഞ്ഞു തളർന്ന് ഉറങ്ങാനെങ്കിലും കഴിയും, എനിക്കതിന് പോലും കഴിയില്ല. അങ്ങനെ സുധാകരൻ മാഷ് വളരെയധികം വിഷമത്തോടു കൂടെ തന്നെ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ഇതെല്ലാം കേട്ട് കമലമ്മക്കും ഭയങ്കര സങ്കടമായിരിക്കും. ഇതേ സമയത്തിന് വേദയും ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കോടതിയിലേക്ക് സാക്ഷി പറയാൻ വേണ്ടിയിട്ട് വേദ അവിടെ നിന്ന് പോവാൻ നോക്കണേ. കമലമ്മയും ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. സുധാകരൻ മാഷാണെങ്കിൽ പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് വേദ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛ ഞാൻ കോടതിയിലേക്ക് സാക്ഷി പറയാൻ പോവാണ്. അപ്പൊ മാഷ് ഇങ്ങനെ കമലത്തെ നോക്കിയിട്ട് പറഞ്ഞിട്ട് കമലെ വേദ കോടതിയിലേക്ക് പോവാണെന്ന് പറയുന്ന സമയത്തിന് കമലം ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ എന്ത് വേണം? കുറി തൊട്ട് പറഞ്ഞയക്കണോ? അതോ ഞാൻ ഇനി അനുഗ്രഹിച്ച് പറഞ്ഞയക്കണോ? എന്റെ മകനെ ജയിലിലാക്കിയിട്ട് വരാൻ അതാണോ ഞാൻ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും വേദ അമ്മേ ഞാൻ വിക്രമിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന സമയത്തിന് വേണ്ട, നീ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ടെന്ന് പറയും. അപ്പൊ സുധാകരൻ മാഷ് പറഞ്ഞിട്ട് മോളെ നീ അതിനെക്കുറിച്ചൊന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട, മനസ്സിലാക്കേണ്ട ആള് മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കിക്കോളും എന്നൊക്കെ പറയും. നിനക്ക് എന്താ ശരിയെന്ന് തോന്നുന്നത് പോലെ നീ ചെയ്യുന്നിങ്ങനെ സുധാകരൻ മാഷ് പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട് അതെ ഈ വാസവൻ എന്ന് പറയുന്ന ആളുടെ മകനെ കുറിച്ചിട്ട് ഞാനും കുറെ അന്വേഷിച്ചു. ഒരാൾക്കും അവനെ പറ്റിച്ച് നല്ലത് പറയാനില്ല. അവൻ അത്രമാത്രം മോശപ്പെട്ട ഒരാളാണെങ്കിൽ പിന്നെ വിക്രം ചെയ്തതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടാവുമെന്ന് വീണ്ടും പറയാണ് കമലം. അപ്പൊ സുധാകരൻ മാഷ് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ന്യായം ചെയ്തതാണെങ്കിലേ അവൻ അങ്ങനെ നീതിന്യായ ഉദ്യോഗസ്ഥനാവനമായിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥനായതിനു ശേഷമായിരുന്നു അവൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ അങ്ങനെ ഗുണ്ടായസം കാണിച്ച് കൊണ്ടുവന്നിട്ട് തോന്നിവാസം പോലെ ചെയ്യേണ്ടതല്ല. അന്നേരം കമലം അങ്ങനെ ദേഷ്യത്തോടെ വേദിയോട് പറഞ്ഞിട്ട് അതെ ഒരു കാര്യം നീ ചിന്തിച്ചു വെച്ചോ, നിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാനാണ്. പക്ഷേ നീ എങ്ങാനും എന്റെ മകനെതിരായിട്ട് സാക്ഷി പറഞ്ഞ് പിന്നെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധമുണ്ടാവില്ല. അങ്ങനെ നീ ചെയ്താൽ പിന്നെ നീയും ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധമുണ്ടാവില്ല എന്നിങ്ങനെ അർത്ഥം മുറിച്ച പോലെ പറയാണ് കമലം. ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് തന്നെ നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നന്ദിനി ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ അമ്മ പറഞ്ഞിട്ട് പോലും നിനക്ക് എന്താണ് വിക്രമിനെ പറ്റിയിട്ട് സാക്ഷി പറയില്ല എന്നൊരു വാക്കങ്ങ് പറഞ്ഞാലേ? നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നതും കേട്ടുകൊണ്ട് തന്നെ സുധാകരൻ മാഷ് പറയുന്നുണ്ട് നന്ദിനി ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. നീ ഏതായാലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കണ്ട എന്നങ്ങനെ പറയുന്ന സമയത്തിന് നന്ദിനി പിന്നെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. അപ്പോഴേക്കും വേദ അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കമലമ്മയുടെ കയ്യങ്ങ് പിടിക്കുന്നതോട് കൂടി തന്നെ കമലമ്മ ദേഷ്യപ്പെട്ട് കയ്യങ്ങ് തട്ടി മാറ്റിയോനെ. അപ്പോഴേക്കും സുധാകരൻ മാഷ് പറയുന്നതിന്റെ മോളെ നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് വേദ അവിടെ നിന്നങ്ങ് പറഞ്ഞയക്കുന്നതോട് കൂടി തന്നെ വേദ ആകെ സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോകുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.